നമ്മുടെ ആഴക്കടൽ സംവാദത്തിൽ എം അക്ബറും അക്ബറിൻ്റെ കൂട്ടുകച്ചവടക്കാരനായി പിന്നീട് അതിൽ കക്ഷി ചേർന്ന അലിയാർ കാസിമിയുമൊക്കെ ആ സംവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഖുർആൻ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി, വിശദമായ മറുപടി നൽകുന്ന വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. മലപ്പുറത്ത് നടന്ന സംവാദത്തിൻ്റെ 2ാം വാർഷിക പരിപാടിയിൽ ബഷീർ ബാബു മാഷ് അവതരിപ്പിച്ച ആ വീഡിയോകൾക്ക് താഴെ ചില കമൻറ്റുകൾ, പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ചില ആളുകൾ പറയുന്നത്, ഇത്രയൊക്കെ മറുപടികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ 2 വർഷം വരെ കാത്തു നിന്നു, ഇതിനു മുമ്പ് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന് ചില ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. വേറെ ചിലർ എന്തുകൊണ്ട് ഈ മറുപടികളൊന്നും ആ വേദിയിൽ വെച്ച് നൽകിയില്ല എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾക്ക് മറുപടിയായി കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കമൻറ്റുകളുമായി പ്രതികരിക്കുന്ന സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ ആ സംവാദത്തിൽ നടന്ന കാര്യങ്ങൾ വേണ്ട വിധം ശ്രദ്ധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. കാരണം ആ സംവാദത്തിൻ്റെ രീതിയും ആ സംവാദത്തിൽ അവതരിപ്പിക്കപ്പെട്ട വിഷയവും ആ വിഷയത്തിൻ്റെ നാനാവശങ്ങളും ആ സംവാദത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങൾക്ക് യാതൊരു സാങ്കത്യവുമില്ല എന്ന് ബോധ്യപ്പെടുമായിരുന്നു. എന്തുകൊണ്ട് ബഷീർ ബാബു മാഷ് ഇപ്പോൾ പറഞ്ഞ 2 മണിക്കൂർ സമയമെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ട്. കാരണം എം അക്ബർ അവിടെ അവതരിപ്പിച്ച കാര്യത്തിന് മാത്രമല്ല ബഷീർ ബാബു മാഷ് മറുപടി പറഞ്ഞത്. എം അക്ബർ അവതരിപ്പിച്ച ആ വിഷയവും അതിന് വേദിയിൽ വെച്ച് അല്പസമയം കൊണ്ട് ഞാൻ നൽകിയ മറുപടിയും അതിനെ തുടർന്ന് പിറ്റേന്ന് മുതൽ ആ സംവാദം വിശ്വാസി സമൂഹവും വിശ്വാസവിരുദ്ധ സമൂഹവും ഏറ്റെടുത്തുകൊണ്ട് വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതും ആ ചർച്ചയിൽ പങ്കാളിയായിക്കൊണ്ട് അലിയാർ കാസിമി ഉൾപ്പെടെയുള്ള മതപണ്ഡിതന്മാർ അവർ അക്ബറിനെ ഈ സാധനവുമായിട്ട് സ്റ്റേജിലേക്ക് പറഞ്ഞയക്കാൻ കൂട്ടുനിന്നവരാണ്. അതുകൊണ്ട് തന്നെ അക്ബറിനെ ന്യായീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. ആ ന്യായീകരണത്തിൻ്റെ ഭാഗമായി അവർ പിന്നീട് പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് സംവാദങ്ങൾ നിലയ്ക്കാത്ത സംവാദ പരമ്പരയായി സമൂഹത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, മതരംഗത്തും മതേതര രംഗത്തും ഒക്കെ ഈ സംവാദം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മറുപടി ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. മറുപടി ആ സംവാദവേദിയിൽ പറഞ്ഞു. സംവാദവേദിക്ക് പുറത്ത് അതിൻ്റെ പിറ്റേന്ന് മുതൽ പല രീതിയിലുള്ള മറുപടികൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നു. യൂട്യൂബിലൊക്കെ ധാരാളം മറുപടി വീഡിയോകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് മറുപടികൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിനുള്ള മറുപടികളും മറുവാദങ്ങളും സംവാദങ്ങളും ഉപസംവാദങ്ങളും ഒക്കെ ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുതന്നെയായിരുന്നു ഈ സംവാദം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതും. ഇനി ആ വേദിയിൽ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ വേദിയിൽ ഞാൻ 1.5 മണിക്കൂറോളം സമയമെടുത്ത് പറഞ്ഞത് മുഴുവൻ അക്ബർ അവിടെ പറഞ്ഞതിനും പറയാൻ പോകുന്നതിനുമുള്ള അഡ്വാൻസ് മറുപടിയായിരുന്നു. നിങ്ങൾ ആ സംവാദത്തിലെ വിഷയാവതരണം പൂർണ്ണമായിട്ട് കേൾക്കൂ, ഒരിക്കൽ കൂടെ കേട്ടു നോക്കൂ. ആ സംവാദത്തിലെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ആമുഖമായി 15 മിനിറ്റോളം ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ പിന്നെ അക്ബർ എന്തിനാണ് അങ്ങനെ ഒരു സാധനം അവിടെ അവതരിപ്പിച്ചത് എന്ന ചോദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരും. കാരണം ഞാൻ ആമുഖമായി അവിടെ പറഞ്ഞത് എന്ത് വെല്ലുവിളിയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്, ആ വെല്ലുവിളിയിലൂടെ ഞാൻ എന്താണ് വിശ്വാസി സമൂഹത്തോട് ആവശ്യപ്പെട്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് ആ സംവാദത്തിൻ്റെ വിഷയാവതരണത്തിൽ ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആമുഖമായിട്ട് മാത്രമല്ല അത് പറഞ്ഞത്, ഞാൻ വെല്ലുവിളി ഉയർത്തിയ അതേ വീഡിയോയിൽ, ഏത് വീഡിയോയിലൂടെയാണോ ഞാൻ ആദ്യം ഈ വെല്ലുവിളി ഉയർത്തിയത് ആ വീഡിയോയിൽ തന്നെ ഞാൻ ആ വെല്ലുവിളി ഉയർത്തുന്ന വാചകത്തിന് ശേഷം കൃത്യമായിട്ട് അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. ആ വിശദീകരണം തന്നെ വീണ്ടും പലതവണ ഞാൻ യൂട്യൂബിലൂടെ ആവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം
ആവർത്തിച്ചിട്ടും പിന്നെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അക്ബറും കൂട്ടരും വേറെ ചിലത് പ്രചരിപ്പിച്ചപ്പോഴാണ് ഈ സംവാദവേദിയിൽ ആമുഖമായിട്ട് വീണ്ടും ഈ കാര്യം ആവർത്തിക്കേണ്ടി വന്നത്. എന്തായിരുന്നു എൻ്റെ വെല്ലുവിളി? എൻ്റെ വെല്ലുവിളി അക്ബർ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതുപോലെയുള്ള ഒരു സിന്ദാനി പ്രോജക്റ്റിൻ്റെ ഉൽപ്പന്നം കൊണ്ടുവരാനായിരുന്നില്ല. എന്ന് വെച്ചാൽ അന്നത്തെ അറബികൾക്ക് അറിയാത്തതും അവർക്ക് മനസ്സിലാവാത്തതും പ്രവാചകൻ വിശദീകരിച്ചിട്ടില്ലാത്തതും തഫ്സീറുകളിൽ വ്യാഖ്യാനങ്ങളിൽ ഇന്ന് വരെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ലാത്തതുമായ ഒരു പുതിയ അർത്ഥം ഏതെങ്കിലും ഖുർആൻ വാക്യത്തിന് കണ്ടെത്തിയിട്ട് ആ അർത്ഥത്തിൽ നിന്ന് വ്യാഖ്യാനിച്ച് ശാസ്ത്രം മെനഞ്ഞുണ്ടാക്കിയിട്ട് ആ ശാസ്ത്രം കൊണ്ടെന്ന് അവതരിപ്പിക്കാനല്ല ഞാൻ വെല്ലുവിളിച്ചത്. അത് ഞാൻ വളരെ കൃത്യമായി ഉദാഹരണ സഹിതം ആ സംവാദത്തിൻ്റെ വേദിയിൽ തന്നെ ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഞാൻ വെല്ലുവിളിച്ചത് എന്തിനായിരുന്നു? അന്നത്തെ അറബികൾക്ക് ഖുർആനിൽ നിന്ന് ലഭിച്ച ഒരു പുതിയ അറിവ്, അത് അവർക്ക് മനസ്സിലാവാത്ത അറിവല്ല, അവർക്ക് അതുവരെ അറിയാത്ത ഒരു കാര്യം ഖുർആനിൽ നിന്ന് പുതിയ അറിവായിട്ട് അവർക്ക് ലഭിച്ചതിൻ്റെ ഒരു ഉദാഹരണം കൊണ്ടുവരൂ. ആ അറിവ് ശാസ്ത്രീയമായി ശരിയാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണം കൊണ്ടുവരൂ എന്നാണ് വെല്ലുവിളിച്ചത്. അതിന് ഉദാഹരണമായിട്ട് ഞാനവിടെ പറഞ്ഞു, ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നത്, ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് രാപ്പകലുകൾ ഉണ്ടാവുന്നത് എന്നതുപോലുള്ള ഒരു വാക്യം ഖുർആനിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് അന്നത്തെ അറബികൾക്ക് അറിയാത്ത ഒരറിവും പിന്നീട് ശാസ്ത്രം ശരിയെന്ന് തെളിയിക്കപ്പെട്ട ഒരറിവുമാണ്. അത്തരത്തിലുള്ള ഒരു അറിവ് കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ അക്ബർ കൊണ്ടുവന്ന ആഴക്കടൽ ശാസ്ത്രം എന്ന് പറയുന്നത് പ്രവാചകൻ ആ ഖുർആൻ വാക്യത്തിന് വിശദീകരിച്ച അർത്ഥത്തിലെവിടെയും ഉള്ളതല്ല. ആ ഖുർആൻ വാക്യത്തിൽ നിന്ന് അന്നത്തെ അറബികളാരും മനസ്സിലാക്കിയ കാര്യമല്ല അക്ബർ ഇവിടെ അവതരിപ്പിച്ചത്. അന്നത്തെ അറബികൾക്ക് മനസ്സിലായിട്ടില്ല, അന്നത്തെ അറബികളോട് ഖുർആൻ വിശദീകരിച്ച പ്രവാചകന് മനസ്സിലായിട്ടില്ല. ഞാൻ എൻ്റെ ഖുർആൻ വാക്യങ്ങളെല്ലാം പ്രവാചകൻ മുഖേന നിങ്ങൾക്ക് വിശദീകരിച്ചു തരുമെന്ന ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്. ആ അള്ളാഹുവിന് മനസ്സിലായിട്ടില്ല. അള്ളാഹു ഈ ഖുർആൻ കൊടുത്തയച്ച ജിബ്രീലിന് മനസ്സിലായിട്ടില്ല. ഈ ഖുർആനെ അന്നത്തെ അറിവും അന്നത്തെ പ്രവാചകന്റെ വിശദീകരണവും അനുസരിച്ച് ഹദീസുകൾ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർക്കാർക്കും അങ്ങനെ ഒരു അർത്ഥം കിട്ടിയിട്ടില്ല. ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും പ്രവാചകൻ നൽകിയ വ്യാഖ്യാനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും അടിസ്ഥാനത്തിലും ഓരോ നൂറ്റാണ്ടിലും ഇറങ്ങിയിട്ടുള്ള തഫ്സീറുകളിൽ ഈ തഫ്സീറുകൾ തയ്യാറാക്കിയ മുഫസ്സിറുകൾക്ക്, വ്യാഖ്യാതാക്കൾക്കാർക്കും അങ്ങനെ ഒരു അർത്ഥം മനസ്സിലായിട്ടില്ല. ഈ സംവാദം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ച ഒരു സുന്നി മുസ്ലിയാർ 2.5 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു മറുപടി, അക്ബറിനുള്ള മറുപടി പറയുകയുണ്ടായി. അതിൽ ആ സുന്നി മുസ്ലിയാർ വെല്ലുവിളി എന്നോണം ഉയർത്തിയ ഒരു ചോദ്യമുണ്ട്. 14 നൂറ്റാണ്ടുകളായിട്ട് ഖുർആനിന് നിരവധി തഫ്സീറുകൾ ഇറങ്ങിയിട്ടുണ്ട്. അക്ബറെ ഏതെങ്കിലും ഒരു തഫ്സീറിൽ അക്ബർ പറഞ്ഞ അർത്ഥം കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ആ സുന്നി മുസ്ലിയാർ അക്ബറിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ തഫ്സീറുകളിലൊന്നുമില്ല, വ്യാഖ്യാനങ്ങളിലൊന്നുമില്ല, പ്രവാചകൻ വിശദീകരിച്ചതായി ഹദീസുകളിലില്ല, അള്ളാഹു വിശദീകരിച്ചു കൊടുത്തിട്ടില്ല, ആരും വിശദീകരിച്ചിട്ടില്ല. അന്നത്തെ അറബികളിൽ ഒരാൾക്ക് പോലും ഈ ഖുർആൻ വാക്യത്തിൽ നിന്നും അക്ബർ ഇവിടെ പറഞ്ഞതുപോലുള്ള ഒരു അർത്ഥം കിട്ടിയിട്ടുമില്ല. എങ്കിൽ പിന്നെ എൻ്റെ വെല്ലുവിളിക്ക് മറുപടിയായിട്ട് എന്തിനാണ് ഈ ആഴക്കടൽ ശാസ്ത്രം അക്ബർ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്? അതിനെന്ത് പ്രസക്തിയാണുള്ളത്? അതിനെന്ത് സാങ്കത്യമാണുള്ളത്? അങ്ങനെ ഒരു സാധനം കൊണ്ടുവരാൻ ഞാൻ വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. എൻ്റെ വെല്ലുവിളിക്ക് മറുപടി എന്ന് പറഞ്ഞിട്ടാണല്ലോ അക്ബർ ഇതും കൊണ്ടുവന്നത്. എൻ്റെ വെല്ലുവിളി അതായിരുന്നോ? സിന്ദാനി പ്രോജക്റ്റിലൂടെ 20-ാം നൂറ്റാണ്ടിൽ വ്യാഖ്യാനിച്ച് ഒപ്പിച്ചുണ്ടാക്കിയ ശാസ്ത്രം കൊണ്ടുവരൂ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല. അങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് നൂറുകണക്കിന് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ 19 കൊല്ലമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനൊക്കെ മറുപടി പറയുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ എൻ്റെ മുമ്പിൽ വീണ്ടും പിന്നെ ആ സാധനം കൊണ്ടുവരേണ്ട കാര്യമെന്ത്? ആ സാധനത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഞാൻ വെല്ലുവിളിച്ചത് എന്തോ അതല്ല അക്ബർ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ആ സംവാദത്തിൽ അക്ബറിൻ്റെ വിഷയാവതരണം പകുതി കേട്ടപ്പോൾ തന്നെ കേട്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്ബറിൻ്റെ ഈ അവതരണം തീരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ ഈ മതം വിശ്വാസവും വിട്ട് പുറത്തു വരുന്ന കാഴ്ച കാണേണ്ടി വന്നത്. എനിക്ക് അനുഭവമുണ്ട്. ഈ സംവാദം തീരുന്നതിന് മുമ്പ് തന്നെ പരാജയം സമ്മതിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ആൾക്കാരുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന വിശ്വാസികൾ ഇറങ്ങിപ്പോയവരുണ്ട് പല സ്ഥലത്തും. എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എന്താ കാരണം? ഞാൻ വെല്ലുവിളിച്ച കാര്യമല്ല അക്ബർ അവിടെ കൊണ്ടുവന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി.
ഇനി എന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത? ഖുർആനിൽ ആ പറയുന്ന ആഴക്കടൽ ശാസ്ത്രം പറയുന്ന ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അതൊരു ഉപമയാണ്. അത് രണ്ട് ഉപമകൾ പറയുന്നിടത്ത് രണ്ടാമത്തെ ഉപമയാണത്. എന്തിൻ്റെ ഉപമയാണ്? അവിശ്വാസികളായ ആളുകളുടെ അവസ്ഥ, അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും, അവരുടെ അവസ്ഥ അന്ധകാരത്തിൽ അകപ്പെട്ടതുപോലെയാണ് എന്ന് പറയുന്ന രണ്ട് ഉപമകളാണ് ഖുർആനിൽ അവതരിപ്പിക്കുന്നത്. എന്തിനാണ് ഉപമ അവതരിപ്പിക്കുന്നത് ഭാഷയിൽ? ഒരു കാര്യം പറയുമ്പോൾ അല്പം സങ്കീർണതയുള്ള, അല്പം അവ്യക്തതയുള്ള ഒരു കാര്യം ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആളുകൾക്ക് ചിരപരിചിതമായ ഒരു ലളിതമായ ഉദാഹരണത്തെ ഒപ്പം ചേർത്തുകൊണ്ട് വിശദീകരിക്കുന്നതിനാണ് ഉപമ എന്ന് പറയാം. ആളുകൾക്ക് മനസ്സിലാവാത്തതോ ആളുകൾക്ക് അറിയാത്തതോ ആയിട്ടുള്ള ഒരു പുതിയ കാര്യം പറഞ്ഞുകൊണ്ട് ഉപമ പറയുക എന്നത് സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യുന്ന കാര്യമല്ല. ഇവിടെ അറബികൾക്ക് ചിരപരിചിതമായ രണ്ട് കാര്യങ്ങളെ രണ്ട് ഉപമകളിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ ഖുർആൻ ചെയ്തത്. ഒന്നാമത്തെ വാക്യത്തിൽ മരുഭൂമിയിലെ മരീചികയെ ഉപമയാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദൂരെ വെള്ളം കാണും, നിങ്ങൾ വെള്ളം തേടി അടുത്ത് ചെല്ലുമ്പോൾ അവിടെ വെള്ളം ഉണ്ടാവില്ല, ഇതേപോലെയാണ് നിങ്ങളുടെ കർമ്മങ്ങൾ വിഫലമായി പോവുക എന്ന് അവിശ്വാസികളോട് പറയുന്ന ഉപമയാണ് അത്, മരുഭൂമിയിലെ മരീചിക എന്ന ഉപമ. അത് കഴിഞ്ഞിട്ട് ഔ കദുലിമാത്തിൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഉപമ പറയാണ്, ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ. എങ്ങനെയുള്ള ഇരുട്ടുകൾ? കടലിൻ്റെ അടിയിലെ ഇരുട്ട്, അത് കഴിഞ്ഞ് മേൽക്കുമേൽ തിരമാലകൾ ഉണ്ടാക്കുന്ന ഇരുട്ട്, അത് കഴിഞ്ഞ് മഴക്കാറുണ്ടാക്കുന്ന ഇരുട്ട്. അങ്ങനെ ഒന്നിനു മേലൊന്നായി അനേകം ഇരുട്ടുകളിൽ അകപ്പെട്ടു പോയ ഒരാൾക്ക് കൈ നീട്ടിയാൽ കൈ പോലും കാണൂല, അത്രയും ഇരുട്ടായി പോകും എന്നാണ് ആ ഉപമയിൽ പറയുന്നത്. അതുപോലെയാണ് അവിശ്വാസിയുടെ അവസ്ഥ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന അറബികൾക്ക് മരീചിക വളരെ പരിചിതമായിരുന്നത് പോലെ തന്നെ അറബികളിൽ വലിയൊരു വിഭാഗം ആളുകളുടെ സാമ്പ്രദായികമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള കുലത്തൊഴിലായിരുന്നു കടലിൽ മുങ്ങി കക്ക വെറുക്കി മുത്തു ശേഖരിക്കുക എന്നത്. ഖുർആൻ തന്നെ കടലുണ്ടാക്കി തന്നത് തന്നെ മുത്തു പെറുക്കാനും മീൻ പിടിക്കാനുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം അറബികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ കടലിൽ മുങ്ങുക എന്നുള്ളത്. അങ്ങനെ കടലിൽ മുങ്ങി കക്ക പെറുക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ് ആ ഉപമയിൽ പറഞ്ഞത്. എന്താണ് അനുഭവപ്പെടുന്ന കാര്യം? ഒന്ന്, നല്ല വെയിലും വെളിച്ചമുണ്ട്, കടലിൽ തിരമാലയൊക്കെ കുറവാണെങ്കിൽ കുറേ ആഴത്തിൽ മുങ്ങിയാലും അവർക്ക് കക്ക കണ്ണുകൊണ്ട് കണ്ട് പെറുക്കിയെടുക്കാൻ പറ്റും. നേരെ മറിച്ച് വെയിലും വെളിച്ചമൊക്കെ മൂടി മഴക്കാറ് മൂടിക്കഴിഞ്ഞു, നല്ല തിരമാലകളും അടിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് കക്ക പെറുക്കാൻ കണ്ണ് കാണില്ല, കക്ക പോയിട്ട് കക്ക പെറുക്കാൻ നീട്ടുന്ന കൈ പോലും കാണില്ല. അങ്ങനത്തെ ഒരു ഇരുട്ടായിരിക്കും അവർക്ക് അനുഭവപ്പെടുക. അതിനെ അതിശയോക്തിപരമായി പറഞ്ഞുകൊണ്ട് കടലിൻ്റെ അടിയിലുള്ള ഇരുട്ട്, അതിന് പുറമെ മേൽക്കുമേൽ തിരമാല അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇരുട്ട്, അതിനു പുറമെ മഴക്കാറ് മൂടുമ്പോൾ ഉണ്ടാകുന്ന ഇരുട്ട്, അങ്ങനെ മൂന്ന് ഇരുട്ടുകൾ ഒന്നിനു മേലൊന്നായി അനേകം ഇരുട്ടുകളിൽ അകപ്പെടുന്ന ഒരാളെപ്പോലെയാണ്, കടലിൽ മുങ്ങുന്ന ഒരാളെപ്പോലെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് അവിശ്വാസികളോട് പറയുന്നതാണ് ഈ രണ്ടാമത്തെ ഉപമ. അവിടെ എന്താണ് അക്ബറും കൂട്ടരും ചെയ്തത്? അന്നത്തെ അറബികളും മനസ്സിലാക്കിയത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. അതിനപ്പുറം മനസ്സിലാക്കാൻ അതിനകത്ത് യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനപ്പുറത്ത് ആഴക്കടലിൻ്റെ അടിയിലുള്ള തിരമാലയെക്കുറിച്ചോ ആഴക്കടലിൻ്റെ അടിയിലുള്ള ഇരുട്ട് അട്ടിക്ക് വെച്ചതിനെക്കുറിച്ചോ ഒന്നും പ്രവാചകനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാതാക്കളോ ആ കാലത്ത് അറബികളോട് വിശദീകരിച്ചിട്ടില്ല. അറബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ വെല്ലുവിളി, അറബികൾ അന്ന് മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇന്ന് അക്ബറും സിന്ധാനിയും കൂട്ടരും മനസ്സിലാക്കിയതിൻ്റെ ഉദാഹരണത്തിനായിരുന്നില്ല. അക്ബറിനെ പോലുള്ള ആളുകൾ വ്യാഖ്യാനിച്ച് ഉരുട്ടിയുണ്ടാക്കുന്ന ഒരു ശാസ്ത്രം കൊണ്ടുവരാൻ ആയിരുന്നില്ല ഞാൻ വെല്ലുവിളിച്ചത്. മറിച്ച് അന്നത്തെ അറബികൾക്ക് ഖുർആനിൽ നിന്ന് പുതിയ ഒരറിവായി കിട്ടിയ ഒരു കാര്യം കൊണ്ടുവരൂ എന്നാണ്. അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാൻ ഖുർആനിലില്ല എന്ന് വിശ്വാസികളെ മുഴുവൻ ബോധ്യപ്പെടുത്തുകയാണ് അക്ബർ ആ സംവാദത്തിലൂടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിൽ സംഭവിച്ചത് ഖുർആനിൻ്റെ ദൈവീകത എന്ന അവകാശവാദം, ഖുർആനിൽ ശാസ്ത്രം ഒളിച്ചു കടത്തിയിട്ടുണ്ട് എന്ന ഇവരുടെ അവകാശവാദം പൊളിഞ്ഞ് പാളീസാവുകയാണ് ചെയ്തത്. ആ അവകാശവാദവുമായിട്ട് ഇനി ഈ കേരള സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തലപൊക്കി വരാൻ എം അക്ബറിനെ പോലെയുള്ള ആളുകൾക്ക് ധൈര്യം വരില്ല. ഖുർആനിലെ ശാസ്ത്രവും പറഞ്ഞ് ഇനി ഇവർ വരാനേ പോകുന്നില്ല. കാരണം അത് പൊളിഞ്ഞു. വിശ്വാസികളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന എന്തായിരുന്നു? ഞാൻ വെല്ലുവിളിച്ചതനുസരിച്ച് ഖുർആനിൽ നിന്ന് അറബികൾക്ക് കിട്ടിയ ഒരു പുതിയ അറിവ്, ഒരു ശാസ്ത്രീയമായ അറിവ്
അക്ബർ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, പുതിയ വ്യാഖ്യാനത്തിലൂടെ ഉണ്ടാക്കിയ ശാസ്ത്രം കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ആ ശാസ്ത്രം പോലും ഒരു ഉപമയിൽ നിന്ന് എടുത്തിട്ട് ശുദ്ധ അസംബന്ധ വ്യാഖ്യാനങ്ങളിലൂടെയാണ് അവതരിപ്പിച്ചത് എന്ന് വിശ്വാസികൾക്ക് പോലും ബോധ്യമായി. തീർന്നില്ല. അക്ബർ ആ സംവാദവേദിയിൽ കാണിച്ച കോപ്രായങ്ങളെല്ലാം, കാണിച്ച കാപട്യങ്ങളും കള്ളത്തരങ്ങളും എല്ലാം പിന്നീട് ഈ സമൂഹം ചർച്ച ചെയ്തു. എല്ലാവർക്കും അത് മനസ്സിലായി. സംവാദവേദിയിൽ വെച്ച് തന്നെ അക്ബർ അവതരിപ്പിച്ചതിൻ്റെ പകുതിയിലേറെ കാര്യങ്ങൾ അക്ബറിന് തന്നെ വിഴുങ്ങേണ്ടി വന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അക്ബർ എന്താണ് അവിടെ അവതരിപ്പിച്ചത്? അക്ബർ ആദ്യം പറഞ്ഞത് ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ ആ ഇരുട്ടുകളെ പൊതിയുന്ന തിരമാല, അതിൻ്റെ മുകളിൽ വീണ്ടും തിരമാല എന്ന് പറഞ്ഞിട്ട് കുറേ ഡോക്യുമെൻ്ററികൾ കാണിച്ചുകൊണ്ട് ശാസ്ത്രം വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചിട്ട് അക്ബർ 4 അറിവുകൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത അറിവുകൾ എന്തായിരുന്നു? ഒന്ന്, 1 കിലോമീറ്റർ ആഴത്തിൽ ഇരുട്ടുകളുണ്ടെന്നും ഇരുട്ടിങ്ങനെ അട്ടിയായി വെച്ചിട്ടുണ്ട് എന്നും ആണ് ഖുർആനിൽ പറഞ്ഞത് എന്നാണ് ഒരറിവായിട്ട് അവതരിപ്പിച്ചത്. രണ്ടാമത്തെ അറിവ്, ആ കടലിൻ്റെ അടിയിൽ കിലോമീറ്ററുകൾ താഴ്ചയിൽ ആ അട്ടിവെച്ച ഇരുട്ടുകളെ തിരമാല പൊതിയുന്നു എന്നാണ് ഖുർആനിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അറിവ് അവതരിപ്പിച്ചു. ആ തിരമാലകൾക്ക് മേലെ അവിടെ തന്നെ വീണ്ടും തിരമാലകൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ അറിവ് അവതരിപ്പിച്ചു. എന്നിട്ട് അവിടെ കൈ നീട്ടിയാലും കൈ കാണൂല എന്ന് പറയുന്ന ഒരറിവ് എന്ന് പറഞ്ഞിട്ട് അത് അവതരിപ്പിച്ചു. അങ്ങനെ ഇരുട്ടുകൾ അട്ടിക്ക് വെച്ചത് കടലിൻ്റെ അടിയിൽ അട്ടിക്ക് വെച്ചു എന്ന ഒരു കാര്യവും, ആ ഇരുട്ടുകളെ പൊതിയുന്ന ഒരു തിരമാലയും അതിനെ അവിടെ തന്നെ പൊതിയുന്ന രണ്ടാമത്തെ തിരമാലയും ആണ് ഇവിടെ പറഞ്ഞത് എന്നുള്ള ഒരു കാര്യവുമൊക്കെയാണ് അറബികൾക്ക് കിട്ടിയ പുതിയ അറിവ് എന്ന മട്ടിൽ അക്ബർ ലിസ്റ്റ് ചെയ്തിട്ട് കാണിച്ചത്. അവിടെ ഞാൻ ആ വേദിയിൽ വെച്ച് തന്നെ അക്ബറിനോട് എവിടെയാണ് കടലിൻ്റെ അടിയിലെ തിരമാലയുടെ മുകളിൽ മഴക്കാറ് എന്ന് ചോദിച്ചു. അപ്പം എന്താണ് അക്ബർ ചെയ്തത്? അതുവരെ ഡോക്യുമെൻ്ററിയൊക്കെ കാണിച്ച് വിശദീകരിച്ച് അരമണിക്കൂറോളം വിശദീകരിച്ച കാര്യങ്ങൾ മുഴുവൻ അക്ബർ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ആ കൊണ്ടുപോയ തിരമാല 2 തിരമാലയിൽ നിന്ന് 1 തിരമാല അവിടുന്ന് പൊക്കി നേരെ കൊണ്ടുവന്നിട്ട് കടലിൻ്റെ മുകളിലെ തിരമാലയാക്കിയിട്ട് മുകളിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ആ ഡോക്യുമെൻ്ററി കാണിച്ചത് എന്തിനായിരുന്നു? 1 തിരമാല ഉണ്ടാവുന്നു, എന്നിട്ട് അതിൻ്റെ മേലെ വേറെ തിരമാല അവിടെ തന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ചിട്ടാണ് വിശദീകരിച്ചത്. 1 തിരമാലക്ക് മുകളിൽ വേറെ തിരമാല കടലിൻ്റെ അടിയിലുണ്ട്, അങ്ങനെ ആന്തരിക തിരമാലയും തിരമാലക്ക് മേലെ ആന്തരിക തിരമാലയുമാണ് ഇവിടെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഡോക്യുമെൻ്ററി കാണിച്ച് സിനിമ കാണിച്ച് വിശദീകരിച്ച അക്ബർ എവിടെയാണ് അവിടെ മഴക്കാറ് എന്ന് ചോദിച്ചതോടുകൂടി ആദ്യം കല്ല് കെട്ടി താഴ്ത്തി കൊണ്ടുപോയ 1 തിരമാല എടുത്തുകൊണ്ടുവന്നിട്ട് മുകളിൽ വെച്ച്, എന്നിട്ട് പിന്നെ വേറൊരു സൂത്രപ്പണിയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു 1 തിരമാല അടിയിൽ, അത് കഴിഞ്ഞ് കുറേ കിലോമീറ്ററുകൾക്ക് മുകളിൽ വേറൊരു തിരമാല, അത് കഴിഞ്ഞിട്ട് കിലോമീറ്ററുകൾക്ക് മുകളിൽ മഴക്കാറ്. അങ്ങനെയാണ് ഈ 3 ഇരുട്ടുകൾ എന്നും പറഞ്ഞിട്ടാണ് പിന്നെ വ്യാഖ്യാനിച്ചത്. എന്നാൽ ഖുർആനിൽ എന്താണ് ഇരുട്ടുകൾ എന്നുള്ളത് കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് ഒന്നിനു മേൽ ഒന്നായി അനേകം ഇരുട്ടുകൾ എന്ന് പറഞ്ഞത്. അതിൽ കടലിൻ്റെ അടിയിലെ ഇരുട്ട്, കടലിൻ്റെ അടിയിൽ ഇരുട്ടുണ്ട് എന്ന് അറബികൾക്ക് അറിയാത്ത കാര്യമാണോ? അറിയാത്ത പുതിയ അറിവാണ് എന്നാണ് ആ സംവാദവേദിയിൽ അക്ബർ പറഞ്ഞത്. പിറ്റേ ദിവസം അക്ബർ പറഞ്ഞ് അറബികൾക്ക് അറിയാം എന്ന് അത് മാറ്റി പറഞ്ഞു. അതുപോലെ ഇരുട്ടിനെ പൊതിയുന്നു എന്നാണ് അക്ബർ അവിടെ സംവാദവേദിയിൽ പറഞ്ഞത്. ഇരുട്ടിനെ പൊതിയുന്നു എന്നല്ല, കടലിനെ പൊതിയുന്നു എന്നാണ്. അറബി ഭാഷയുടെ ഗ്രാമർ അനുസരിച്ച് പോലും കടലിനെ പൊതിയുന്നു എന്നാണ് അവിടെ പറയുന്നത് എന്ന് അമാനി മൗലവിയുടെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആ വേദിയിൽ കാണിച്ചപ്പോൾ അക്ബർ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് അമാനി മൗലവിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പിറ്റേ ദിവസം മുതൽ മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ അക്ബറിനെ തിരുത്തി. അമാനി മൗലവിക്കല്ല വിവരക്കേട്, അക്ബർ പറഞ്ഞതിനാണ് വിവരക്കേട്, ഇരുട്ടുകളെ പൊതിയുന്നു എന്ന് ആ വാക്കിന് അർത്ഥം വരില്ല എന്ന് മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ അക്ബർ പിന്നെ വാക്ക് മാറ്റി. അപ്പോൾ അക്ബർ ഇരുട്ടിനെ പൊതിയുന്നു എന്നുള്ളത് മാറ്റിയിട്ട് കടലിനെ പൊതിയുന്നു എന്ന് സമ്മതിച്ചു. പക്ഷേ പൊതിയൽ കടലിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞിട്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഞൊണ്ടിന്യായമാണ് പിന്നെ കൊണ്ടുവന്നത്. എങ്ങനെയാണ് കടലിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ പൊതിയുക എന്ന ചോദ്യമൊക്കെ ബഷീർ മാഷ് സുന്ദരമായിട്ട് അവതരിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണോ ആദ്യം പറഞ്ഞത് ആ പറഞ്ഞത് അപ്പോൾ മുതൽ വിഴുങ്ങുകയും മാറ്റി മാറ്റി പറയുകയും പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് മുഴുവൻ വിഴുങ്ങുകയും അങ്ങനെ അനേകം
നുണകൾ മാറ്റി മാറ്റി പറയുകയും ഈ കൊണ്ടുവന്ന സാധനം അപ്പാടെ പൊളിഞ്ഞ് പാളീസാവുകയും ചെയ്ത ചിത്രമാണ് ഇന്ന് വിശ്വാസികളുടെ മുമ്പിൽ പോലും ഉള്ളത്. പിന്നെ വിശ്വാസികൾക്ക് ആകെക്കൂടെയുള്ള ആശ്വാസം ഈ പറഞ്ഞ കമൻറ്റിൽ പറഞ്ഞ മാതിരി ഞാൻ അവിടെ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാനത് കുറച്ചല്ലേ മറുപടി പറഞ്ഞുള്ളൂ എന്നതും പിന്നെ വെള്ളം കുടിച്ചു എന്നതൊക്കെയാണ് വിശ്വാസികൾ ആശ്വാസം കൊള്ളുന്നത്. ഞാൻ അവിടെ പറഞ്ഞത് മറുപടി ആയിരുന്നു മുഴുവനും. കാരണം അക്ബർ അവിടെ കൊണ്ടുവരാൻ പോകുന്നത് സിന്ധാനി പ്രോജക്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഉൽപ്പന്നമാണെങ്കിൽ അതിന് അഡ്വാൻസ് ആയിട്ടുള്ള മറുപടിയാണ് ഞാൻ അവിടെ പറഞ്ഞത്. എന്താണ് സിന്ധാനി പ്രോജക്റ്റ്, എന്താണ് ആ പ്രോജക്റ്റിലൂടെ ലോകം മുഴുവനുള്ള ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ഇവർ നടത്തിയിരുന്ന തട്ടിപ്പുകൾ, ആ തട്ടിപ്പുകളിൽ ഇവരെന്തൊക്കെ രീതികളാണ് അവലംബിച്ചിരുന്നത്, അവർ ആ രീതിയിൽ പറഞ്ഞുണ്ടാക്കിയ നുണകളുടെ ആ പ്രോജക്റ്റിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള നുണകളുടെ ഉദാഹരണങ്ങൾ, നിരവധി ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാം പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആനിൽ ശാസ്ത്രം ഒളിച്ചു കടത്തി എന്ന ഈ വാദം അങ്ങേയറ്റം പൊള്ളയാണ് എന്ന് അഡ്വാൻസ് ആയിട്ട് അവിടെ മറുപടി പറയുകയാണ് ഞാൻ ചെയ്തത്. അതോടൊപ്പം ഞാൻ ആമുഖമായിട്ട് തന്നെ എൻ്റെ വെല്ലുവിളി എന്താണ് എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു. ആ വെല്ലുവിളിക്കുള്ള മറുപടി അല്ല അക്ബർ അവിടെ കൊണ്ടുവന്നത്, മറിച്ച് സിന്ധാനി പ്രോജക്റ്റിൽ നിന്നുള്ള ഒരു പഴയ ചരക്കാണ് അവിടെ കൊണ്ടുവന്നത്. ആ ചരക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് കൃത്യമായിട്ട് അക്ബർ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് ഞാൻ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്? കാരണം ഈ ഒരു തട്ടിപ്പ്, ഇങ്ങനെ ഖുർആനിൽ ശാസ്ത്രമുണ്ട് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ്, അതിൻ്റെ ചരിത്രം എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അതിൽ അവലംബിക്കുന്ന സൂത്രപ്പണികൾ എന്താണ് എന്നും ആമുഖമായി പറഞ്ഞുകൊണ്ട് വേണം ഖുർആനിലെ ഈ ശാസ്ത്രം ഒളിച്ച് കടത്തി എന്ന് പറയുന്ന ഈ ഒരു വിഷയം വിശ്വാസികളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കാം. അപ്പോൾ ആ വിഷയത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആമുഖമായി അറിയേണ്ട കാര്യങ്ങൾ വിശ്വാസികളായ ശ്രോതാക്കളുടെ മുമ്പിലേക്ക് എത്തിക്കുക. അതിനെ തുടർന്ന് അക്ബർ പറയുന്ന കള്ളത്തരം കൂടി പിന്നീട് സമൂഹം ഏറ്റെടുത്ത് ചർച്ചയാക്കുക എന്നതായിരുന്നു ആ സംവാദത്തിലൂടെ ഞാൻ ലക്ഷ്യം വെച്ചത്. അതല്ലാതെ അക്ബർ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന ഒരു അജ്ഞാത വിഷയത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സംവാദം നടത്തി തർക്കം നടത്തിയിട്ട് അക്ബറിനെ അവിടെ മുട്ടുകുത്തി തോൽപ്പിക്കുക എന്നത് എൻ്റെ ലക്ഷ്യമായിരുന്നില്ല. ആ രീതിയിലല്ല ഞാൻ ആ സംവാദത്തെ കണ്ടതും അതിനുവേണ്ടി തയ്യാറായതും. മറിച്ച് ഈ ഒരു വിഷയം അക്ബറിനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഈ സമൂഹത്തോട്, വിശ്വാസി സമൂഹത്തോട് പറയാൻ കിട്ടിയ ഒരവസരം ഏറ്റവും ഉചിതമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികളോട് ഇവരുടെ ഈ തട്ടിപ്പ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ആ സംവാദത്തിൽ സാധിച്ചു. ആ സംവാദം എന്ന് പറയുന്നത് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു മത്സരമായിരുന്നില്ല. സ്റ്റേജിൽ വെച്ചിട്ട് അവസാനമായിട്ട് ആര് തോറ്റു ആര് ജയിച്ചു എന്ന് തീരുമാനിക്കുന്ന ഒരു കാളകൂട്ട് മത്സരമായിരുന്നില്ല. മറിച്ച് സമൂഹം ഏറ്റെടുക്കാൻ പോകുന്ന, വിശ്വാസി സമൂഹം തന്നെ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു തുടർ സംവാദത്തിൻ്റെ ആമുഖം കുറിക്കൽ മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ സംവാദം. ആ അർത്ഥത്തിൽ ഞാൻ 100% വിജയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ സംവാദത്തിൽ അക്ബറിൻ്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടി നടക്കുന്ന ഈ കൊട്ടേഷൻ സംഘമുണ്ടല്ലോ, അവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആനിൽ ശാസ്ത്രമുണ്ട്, ശാസ്ത്രം ഒളിച്ചു കടത്തിയിട്ടുണ്ട് എന്ന വാദവുമായിട്ട് ഈ സംവാദത്തിന് ശേഷം ഇനി ഏതെങ്കിലും ഒരു മതപണ്ഡിതന് രംഗത്ത് വരാൻ പറ്റും? പോട്ടെ, എം അക്ബറിന് ആ കച്ചവടം തുടരാൻ കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ സംവാദത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള മലയാളികളായ ഇസ്ലാം മത വിശ്വാസികളായ 100 കണക്കിന് ആളുകൾ ഈ സംവാദം കേൾക്കുകയും കാണുകയും ചെയ്തതിന് ശേഷം ഖുർആനിൽ ഒരു ചുക്കുമില്ല എന്ന് മനസ്സിലാക്കുകയും ഇവരവകാശപ്പെടുന്നത് പോലെ ഖുർആനിൽ അന്നത്തെ അറബികൾക്കറിയാത്ത ഒരു കാര്യവുമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മതവിശ്വാസം ഉപേക്ഷിച്ച് പുറത്തു വരികയും ചെയ്തു എന്നതാണ് സത്യം. 100 കണക്കിന് ആളുകളാണ് ആ സംവാദത്തിന് ശേഷം ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വന്നിട്ട് നമ്മളോട് നേരിട്ട് സംവദിക്കുകയും നമ്മളോട് നന്ദി പറയുകയും ചെയ്യുന്ന അനുഭവം എനിക്കുണ്ട്.
നേരെ മറിച്ച് ഈ സംവാദം കേട്ടതിന് ശേഷം ഖുർആനിൽ ശാസ്ത്രമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നത് ലോകത്തെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഈ സംവാദം കേട്ടിട്ട് ഖുർആനിൽ ശാസ്ത്ര സത്യങ്ങൾ ഒളിച്ചു കടത്തിയിട്ടുണ്ട് എന്ന അക്ബറിൻ്റെയും കൂട്ടരുടെയും അവകാശവാദം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാളെങ്കിലും ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഇല്ല എന്ന് മാത്രമല്ല, ആ അവകാശവാദം പൊളിഞ്ഞ് പാളീസാവുകയും ഖുർആനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഓടി നടക്കുകയും ചെയ്യുന്ന കാഴ്ചയാണെന്ന് കാണുന്നത്. ഇന്ന് ഖുർആനും ഇസ്ലാമും ഒക്കെ മാറ്റിവെച്ചിട്ട് നാസ്തികത, നവനാസ്തികത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാസ്തികരെ കുറ്റം പറയാൻ നടക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിത സമൂഹത്തെ തള്ളിയിട്ടു എന്നതാണ് ഈ സംവാദത്തിൻ്റെ നേട്ടം. അപ്പോൾ സംവാദത്തിൽ മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. സംവാദത്തിൽ ഞാൻ 1.5 മണിക്കൂർ എടുത്ത് പറഞ്ഞതെല്ലാം അക്ബർ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കാര്യത്തിനുള്ള അഡ്വാൻസ് മറുപടിയായിരുന്നു. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെക്കുറിച്ച് വിശ്വാസികൾക്ക് കൃത്യമായ അവബോധമുണ്ടാക്കാൻ പര്യാപ്തമായ തരത്തിൽ ഈ വിഷയത്തിന് ഒരു ആമുഖം പറയുക എന്നതായിരുന്നു ഞാൻ അവിടെ ചെയ്തത്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ഒരു 10 മിനിറ്റ് സമയത്തിൽ ഈ അക്ബർ കൊണ്ടുവന്ന സാധനം പൊള്ളയാണ് എന്ന് തെളിയിക്കാവുന്ന കാര്യങ്ങളും ഞാൻ അവതരിപ്പിച്ചു. എവിടെയാണ് മഴക്കാറ് എന്ന് ചോദിച്ചോടുകൂടി തന്നെ അക്ബർ ആദ്യം പറഞ്ഞ അരമണിക്കൂറിലേറെ വിശദീകരിച്ച കാര്യങ്ങൾ മുഴുവൻ അവിടെ വെച്ച് തന്നെ വിഴുങ്ങേണ്ടി വന്നു. പിറ്റേന്ന് മുതൽ അക്ബർ പറഞ്ഞ മറ്റു കാര്യങ്ങളും വിഴുങ്ങേണ്ടി വന്നു. ഈ അക്ബർ അവിടെ അവതരിപ്പിച്ച അന്നത്തെ അറബികൾക്ക് കിട്ടിയെന്ന് പറയുന്ന 4 പുതിയ അറിവുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്ക്. ആ 4 അറിവുകളിൽ ഒരറിവെങ്കിലും അന്നത്തെ അറബികൾക്ക് അറിയാത്ത പുതിയ അറിവായിട്ട് ഇന്ന് അവശേഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഈ സംവാദത്തിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. കടലിലടിയിൽ ഇരുട്ടുണ്ട് എന്ന് അറബികൾക്ക് അറിയില്ലേ? കുളത്തിൽ മുങ്ങുന്ന കുട്ടികൾക്കറിയാം വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ ഇരുട്ടാണെന്നുള്ളത്. കടലിൽ മുങ്ങി കക്ക വാരിയിരുന്ന അറബികൾക്കറിയില്ലേ വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങിപ്പോയാൽ ഇരുട്ടാണെന്നും മഴക്കാറ് കൂടുമ്പോൾ കൂടുതൽ ഇരുട്ടാവും എന്നുള്ളത്? അതല്ലേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കടലിൻ്റെ അടിയിലെ തിരമാലയെക്കുറിച്ച് ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അന്ന് അങ്ങനെ ഏതെങ്കിലും തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ടോ? അടിയിലെ തിരമാല അതിൽ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞത് മേൽക്കുമേൽ കടലിൻ്റെ മുകളിൽ കടലിനെ പൊതിയുന്ന തിരമാലകളെക്കുറിച്ചാണ്. കാരണം അതിൻ്റെ തൊട്ട് മുകളിൽ മേഘം ഉണ്ട് എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ മേഘവും മേഘത്തിൻ്റെ താഴെ മേൽക്കുമേൽ അടിക്കുന്ന തിരമാലകളും അതിൻ്റെ താഴെ വെള്ളത്തിൻ്റെ അടിയിലെ ഇരുട്ടും, ഈ 3 ഇരുട്ടുകളെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞതാണ് ഖുർആനിൽ. അതല്ലാതെ കടലിൻ്റെ അടിയിലുള്ള ആന്തരിക തിരമാലയോ അല്ലെങ്കിൽ കടലിൻ്റെ അടിയിൽ അട്ടിക്ക് വെച്ച ഇരുട്ടോ ഒന്നും ആ ഖുർആൻ സൂക്തത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചാൽ പോലും അതായിത്തീരുകയുമില്ല. അതാണ് ബഷീർ ബാബു മാഷ് അവിടെ വിശദമായിട്ട് പറഞ്ഞത്. ഇരുട്ട് അട്ടിക്ക് വെച്ചു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ഇരുട്ടല്ല അവിടെ അട്ടിക്ക് വെച്ചിട്ടുള്ളത്. മുകളിലേക്ക് വരുന്തോറും വെളിച്ചമാണ് കൂടി വരുന്നത്. അതുകൊണ്ട് മേൽക്കുമേൽ ഇരുട്ട് എന്ന് പറയാൻ പറ്റില്ല. താഴേക്ക് താഴെ ഇരുട്ട് എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നെയും ഒപ്പിക്കാം. മാത്രമല്ല, ശാസ്ത്രം ഈ കടലിനെ ഇങ്ങനെ പല സോണുകളായി തിരിച്ചിട്ടുള്ളത് അവിടെ ഇങ്ങനെ അട്ടിയുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അതിർത്തി വരച്ചു വെച്ചത് കൊണ്ടൊന്നുമല്ല. അത് പഠന സൗകര്യാർത്ഥം നമ്മൾ ഒരു സങ്കല്പത്തിൽ നമ്മളിങ്ങനെ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ വിഭജിച്ചതാണ്. അല്ലാതെ അവിടെ യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ അങ്ങനെ ഒരു വിഭജനമൊന്നുമില്ല. പ്രകൃതിയിൽ ഇങ്ങനെ ഇരുട്ട് അട്ടി വെച്ചിട്ടൊന്നുമില്ല. അത് നമ്മൾ ഈ കടലിൻ്റെ ആഴത്തിനനുസരിച്ചും അവിടുത്തെ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിനനുസരിച്ചും നമ്മുടെ പഠന സൗകര്യാർത്ഥം നമ്മൾ ഇത്ര സോണുകൾ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചതാണ്. അല്ലാതെ പ്രകൃതിയിൽ അങ്ങനെ അട്ടിവെച്ച ഇരുട്ടുകളൊന്നുമില്ല. അത് തന്നെ ശാസ്ത്രീയമായി തന്നെ പറഞ്ഞത് അബദ്ധമാണ്. മാത്രമല്ല, മേൽക്കുമേൽ ഇരുട്ട് എന്ന് പറഞ്ഞതും അതുമായിട്ട് ഒരു തരക്കും യോജിച്ചു പോകുന്നതല്ല. കാരണം മേലോട്ട് വരുംതോറും വെളിച്ചമാണ് കൂടുന്നത്. ഇതെല്ലാം ബഷീർ മാഷ് സുന്ദരമായിട്ട് അതിനകത്ത് വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഈ ഇരുട്ട് അട്ടിക്ക് വെച്ചു, ഒന്നിനുമേലൊന്നായി അനേകം ഇരുട്ടുകൾ എന്ന് പറഞ്ഞത് കടലിൻ്റെ അടിയിലത്തെ ഇരുട്ടിൻ്റെ അട്ടികളല്ല എന്നുള്ളത് ഏത് കോമൺ സെൻസ് ഉള്ളവർക്കും ബോധ്യമാവും. അങ്ങനെ ഒരു അർത്ഥം അറബികൾ ആ ഖുർആൻ വാക്യത്തിന് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ പറഞ്ഞത് കടലിൻ്റെ അടിയിൽ ഇരുട്ടിനെ പൊതിയുന്ന തിരമാല എന്നാണ്. അതും ശുദ്ധ തെറ്റാണ് എന്നുള്ളത് ഭാഷാപരമായി തന്നെ തെറ്റാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അവിടെ കടലിനെ പൊതിയുന്ന തിരമാല എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ഇരുട്ടിനെ പൊതിയുന്ന തിരമാല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പൊതിയാനും പറ്റില്ല. കാരണം ഈ കടലിൽ സമുദ്രത്തിലാകെ പരന്ന് കിടക്കുന്ന ഇരുട്ടിനൊക്കെ കൂടെ എങ്ങനെയാണ് കടലിൻ്റെ ഉള്ളിൽ പോയിട്ട് പൊതിയുക? അതൊന്നും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന വ്യാഖ്യാനങ്ങളല്ല.
ഇവിടെ കൈ നീട്ടിയാൽ പോലും കാണില്ല എന്ന് പറഞ്ഞത് കക്ക പെറുക്കാൻ വേണ്ടി കൈ നീട്ടുന്ന കടലിൽ മുങ്ങുന്ന അറബികളോടാണ്. അവർക്ക് ചിരപരിചിതമായൊരു കാര്യമാണ് അവരോട് ഉപമയായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കടലിൻ്റെ മുകളിലെ തിരമാലയാണ് പറഞ്ഞത്, അടിയിലത്തെ തിരമാലയല്ല. കടലിൻ്റെ അടിയിലുള്ള ഇരുട്ട് എന്ന് പറഞ്ഞാൽ പൊതുവിൽ വെള്ളത്തിൽ മുങ്ങുന്നിടത്തൊക്കെ ഉള്ള ഇരുട്ടും അങ്ങോട്ട് താഴോട്ട് പോകുന്തോറും കൂടി വരുന്ന ഇരുട്ടുമാണ്. കടലിൻ്റെ അടിയിലെ ഇരുട്ടിനെ ഒരു ഇരുട്ടായിട്ടാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇരുട്ടുകൾ എന്ന് പ്രയോഗിച്ചത് ഖുർആനിലുടനീളം ഇരുട്ടിനെ ഇരുട്ടുകൾ എന്ന ബഹുവചനമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ബഷീർ ബാബു മാഷ് 10-22 ഉദാഹരണങ്ങളിലൂടെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല, ഇരുട്ട് എന്ന് സിംഗുലറായിട്ട് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പിന്നീട് ഖുർആൻ മുഴുവൻ എടുത്തു വെച്ച് മാനുവലായിട്ട് പരിശോധിച്ച് ഗവേഷണം നടത്തി കണ്ടെത്തിയിട്ടാണ് ബഷീർ മാഷ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനൊക്കെ സമയമെടുക്കും. അതൊന്നും ഒരു സ്റ്റേജിൽ ഒരാൾ കൊണ്ടുവന്ന ഒരു അജ്ഞാത വിഷയത്തിന് മറുപടി പറയുമ്പോൾ അത്രയും കാര്യങ്ങളൊന്നും റെഫർ ചെയ്ത് പറയാൻ ഒരു പണ്ഡിതനും കഴിയില്ല. അതൊക്കെ പിന്നീട് പരിശോധിച്ചിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് സ്റ്റേജ് സംവാദത്തിനല്ല ഞാൻ വെല്ലുവിളിച്ചത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളിത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരൂ, നമുക്ക് അവിടെ വെച്ച് സംവാദം നടത്താമെന്ന് പറഞ്ഞാൽ ഞാൻ വെല്ലുവിളിച്ചിട്ടുമില്ല. അതായിരുന്നില്ല എൻ്റെ വെല്ലുവിളി. അതാണ് വെല്ലുവിളി എന്നുള്ളതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. വെല്ലുവിളിച്ചത് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നാണ്. കൊണ്ടുവന്നത് പൊളിഞ്ഞു. ഇപ്പോഴും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബഷീർ മാഷൊക്കെ മാസങ്ങളോളം ഇരുന്ന് ഖുർആൻ വീണ്ടും വീണ്ടും വായിച്ച് എണ്ണി നോക്കി എത്ര ദുലുമത്തുണ്ട് എന്നൊക്കെ എണ്ണി നോക്കിയിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ച്. അതിനൊക്കെ സമയമെടുക്കും. പിന്നെ കോവിഡ് കാലമായതുകൊണ്ട് സ്റ്റേജ് സംവാദങ്ങളൊക്കെ നടത്താൻ നമുക്ക് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ പുറത്ത് പരിപാടികളൊക്കെ നടത്തി തുടങ്ങിയത്. അത് നടത്തി തുടങ്ങിയപ്പോൾ നമ്മൾ അതിനുള്ള മറുപടി പഠിച്ച് അവതരിപ്പിച്ചു. ഇനിയും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. മറുപടികൾ വരും. അതിനു വേണ്ട പഠനങ്ങൾ നടത്താൻ നിരവധി ആളുകൾ ഇന്ന് രംഗത്തുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞ അബദ്ധങ്ങൾ മാറ്റി പറയേണ്ടി വന്നതും തിരുത്തി പറയേണ്ടി വന്നതും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഗതികെടുന്നതും ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ സംവാദത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഇനിയും വരാൻ പോകുന്നുള്ളൂ. ഖുർആനെ കുറിച്ച് ഇത്തരത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തട്ടിപ്പ് പ്രചാരണങ്ങളും ഇതുപോലെ പൊളിച്ചു കാണിക്കാൻ ഇന്ന് നൂറുകണക്കിന് ആളുകൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ലോകമാകെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ റിസൾട്ട്. അല്ലാതെ ഒരു സ്റ്റേജിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ച് അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ആകെ ഈ 1.5 മണിക്കൂർ സമയത്തെ സംവാദം കൊണ്ട് അവിടെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതൊന്നും പ്രായോഗികമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ ഇതിൻ്റെ തുടക്കം കുറിക്കുക മാത്രമാണ് ചെയ്തത്. ആ തുടക്കത്തിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് വിശ്വാസി സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിനുവേണ്ടി നമ്മുടെ മുമ്പിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂട്ടിത്തരുന്നതിൽ അക്ബർ നല്ല പങ്ക് വഹിച്ചു. ആ കാര്യത്തിൽ അക്ബറിനോടും കൂട്ടരോടും നമുക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട്. ആ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുന്നു.